ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് രാവിലെ തന്നെ ഒരു പൊതിച്ചോറ് കെട്ടിച്ചാലോ. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചമ്മന്തി അരച്ചെടുക്കാം. അതിന് അരമുറി തേങ്ങ, 6 വറ്റൽമുളക് ചുട്ടെടുത്തത്, 1 കഷ്ണം ഇഞ്ചി, 4 ചുവന്നുള്ളി, 1 കഷ്ണം വാളംപുളി, 2 തണ്ട് കറിവേപ്പില എല്ലാം ഇട്ട് നമുക്ക് ചമ്മന്തി പരുവത്തിന് മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ചെടുക്കാം. കടലയിലിട്ട് അരയ്ക്കുവാണെങ്കിൽ ബെസ്റ്റ്. പക്ഷെ നമുക്ക് രാവിലെ വേറെയും കറികളൊക്കെ ഉണ്ടാക്കേണ്ടത് കൊണ്ട് ബിസി ആയതുകൊണ്ട് നമുക്ക് ജാറിനകത്തിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു പാൻ ചൂടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിഴങ്ങ് വേവിച്ചത് കിഴങ്ങ് ഇതേ ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ട് അതിനകത്തൊരു സവോള, ഒരു 3 കഷ്ണം വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് അപ്പുറത്ത് ഒരു കടായി വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് തലേദിവസം മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ വറുത്തെടുക്കാം. ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന മീൻ എന്ന് പറയുന്നത് അയലയാണ്. അത് നമ്മൾ തലേന്ന് തന്നെ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്നത് പിറ്റേന്ന് നമ്മൾ രാവിലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരടുപ്പിൽ കിഴങ്ങ് മെഴുക്കുവരട്ടി, ഒരടുപ്പിൽ മീൻ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുക. രണ്ടും തിരിച്ചും മറിച്ചും ഇട്ട് ആവശ്യാനുസരണം ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ ഞങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഓർത്തത് നമുക്ക് പൊതി കെട്ടാൻ നല്ല വാഴയിലില്ല. ഞങ്ങൾ രാവിലെ തന്നെ അടയൊക്കെ ഉണ്ടാക്കി വാഴയിലെല്ലാം തീർന്നായിരുന്നു. പൊതി കെട്ടാൻ വലിയ വാഴയിലേക്ക് വേണ്ടി ഞാനും അമ്മയും കൂടി പറമ്പിലേക്ക് ഇറങ്ങി നല്ലത് നോക്കി കുറച്ച് മുറിച്ചെടുത്തു. അത് കണ്ട് അമ്മേനെ കണ്ട് അമ്മേൻ്റെ ഫ്രണ്ട് ഓടി വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാണുന്നത്. അങ്ങനെ ഞാനും അമ്മയും കൂടി വാഴയിലേക്ക് എടുത്ത് വന്നതിന് ശേഷം പിന്നെ ബാക്കി കറികൾ ഉണ്ടാക്കാൻ വേണ്ടി കയറി. നമുക്ക് കുറച്ച് തൈലമുളക് ഉണ്ടായിരുന്നു. അത് ഒരു ചീനച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മളത് ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുത്തു മാറ്റി. അതിനുശേഷം നമ്മൾ അടുത്തത് ബീഫ് ഫ്രൈ ചെയ്യുകയാണ്. ബീഫ് തലേദിവസം തന്നെ സവോളയും മസാലകളും എല്ലാം ഇട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിറ്റേന്ന് നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ആക്കി. അങ്ങനെ ബീഫ് ഫ്രൈ ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് കൊണ്ടുവന്ന വാഴയിലെല്ലാം വാട്ടിയെടുത്ത് മാറ്റി വെക്കാം പൊതി കെട്ടാനായിട്ട്. അതിനുശേഷം നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. മുട്ട എല്ലാം കൂടി പൊട്ടിച്ച് ബൗളിൽ ഇട്ടതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി, തേങ്ങ, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ചെറിയ തണ്ട് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്ത് മിക്സ് ചെയ്ത് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാം. ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കിഴങ്ങ് മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, ചമ്മന്തി, കടുക്, മാങ്ങ, ബീഫ് ഫ്രൈ, മുളക്, മുട്ട പൊരിച്ചത്. ഇത്രയാണ് നമ്മുടെ പൊതിയിലുള്ളത്. ഇനി നമുക്കടുത്തതായി പൊതി കെട്ടാം. ചോറൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ആവശ്യത്തിന് ചോറെടുത്ത് ഇലയിൽ പയ്യെ എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഓരോ കറികളും നമുക്ക് സൈഡിലാക്കി പൊതി കെട്ടി വെക്കാം. ആദ്യം തന്നെ നമുക്ക് അരച്ച് വെച്ച ചമ്മന്തി ഒരു ഉരുളയാക്കി ചോറിൻ്റെ നടുഭാഗത്ത് അങ്ങോട്ട് കുഴിച്ച് വെക്കാം. അതിന് ശേഷം മീൻ വറുത്തെടുത്ത് അതിൻ്റെ സൈഡിലോട്ട് വയ്ക്കാം. പിന്നെ ഒരു സൈഡിലേക്ക് നമുക്ക് വറുത്ത് വെച്ച മുളക് കൊത്തി വയ്ക്കാം. പിന്നെ പൊരിച്ച മുട്ട എടുത്ത് മടക്കി അതിൻ്റെ ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ബീഫ് ഫ്രൈ എടുത്ത് ഒരു സൈഡിലോട്ട് വയ്ക്കാം.
കിഴങ്ങ് മെഴുക്ക് വരട്ടി ഒരു സൈഡിലോട്ട് വയ്ക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് കടുക് മാങ്ങ അച്ചാർ കൂടിയ ചോറിൻ്റെ മേലിൽ കൊണ്ടുവയ്ക്കാം. അങ്ങനെ കറികൾ കൊണ്ട് നമ്മുടെ ചോറ് നിറഞ്ഞു. ഇനി നമുക്ക് പയ്യെ പൊതി കെട്ടി വയ്ക്കാം. നമ്മൾ കെട്ടിവെക്കുന്ന പൊതി ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയമാകുമ്പോഴേക്ക് തുറക്കത്തോളം അപ്പോഴേക്കും നല്ല ടേസ്റ്റായിട്ട് കറികളെല്ലാം ചോറിൽ പിടിച്ചിരിക്കും. അങ്ങനെ നമ്മൾ രാവിലെ കെട്ടിവെച്ച പൊതി അഴിച്ചു നോക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയമായപ്പോഴേക്കും ആ പൊതി തുറന്ന് നോക്കുക, അതെങ്ങനെ ഇരിക്കണേന്ന് നോക്കുക. ചോറിനകത്ത് കറികളെല്ലാം പിടിച്ച് എണ്ണയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കൂട്ടത്തിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, ബൈ.